നമ്മൾ നോക്കുന്നത് ഹഫ്മാൻ കോഡിങ്ങിനെ കുറിച്ചാണ്. ഈ അൽഗോരിതം ഡെവലപ്പ് ചെയ്തത് ഡേവിഡ് എ ഹഫ്മാൻ എന്ന് പറയുന്ന ആളാണ്. 1952 ഈ ഹഫ്മാൻ കോഡിങ്ങിനെ പബ്ലിഷ് ചെയ്തത്. ഇതൊരു വേരിയബിൾ ലെങ്ത് കോഡിംഗ് ആണ്. അതായത് ഓരോ കോഡുകളും അതിൻ്റെ ക്യാരക്ടറിൻ്റെ ഫ്രീക്വൻസിയെ ബേസ് ചെയ്തുകൊണ്ട് വ്യത്യാസപ്പെട്ടിരിക്കും, അതിൻ്റെ ലെന്ത് വ്യത്യാസപ്പെട്ടിരിക്കും. അതായത് ഫ്രീക്വൻസി കൂടുതലുള്ള ക്യാരക്ടറാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലെന്ത് വളരെ കുറവായിരിക്കും. ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ആവർത്തനം. ഇപ്പം എ എ എ എ എന്ന് പറയുന്നത് 4 തവണ ആവർത്തിച്ചു എന്നുള്ളതാണ്. 4, അപ്പോൾ ഫ്രീക്വൻസി 4. എ എ എന്ന് പറയുമ്പോൾ 2. അപ്പോൾ അതേപോലെ ഫ്രീക്വൻസി കൂടുതലുള്ളതിന് വരുന്ന കോഡെന്ന് പറയുന്നത് കുറവും, ഫ്രീക്വൻസി കുറവുള്ളത് കോഡിൻ്റെ ലെന്ത് കൂടുതലുമായിരിക്കും. അപ്പോൾ ഈ രീതിയിലാണ് ഹഫ്മാൻ കോഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. അടുത്തത് ഹഫ്മാൻ കോഡിങ്ങിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. അപ്പോൾ ഇതിൽ ആദ്യത്തെ റോയിൽ പറഞ്ഞേക്കുന്നത് കുറച്ച് ക്യാരക്ടേഴ്സാണ്. രണ്ടാമത്തത് ആ ക്യാരക്ടർ എത്രത്തോളം ഫ്രീക്വൻസി, അതായത് എത്ര തവണ റിപ്പീറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ. അപ്പോൾ അതായത് രണ്ടാമത്തെ റോയിൽ പറഞ്ഞേക്കുന്നത് അത് എ 5 തവണ, പി 12 തവണ, സി 16 തവണ, ആ രീതിയിൽ. അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ. നമുക്കെങ്ങനെ ആൻസർ ചെയ്യുമെന്ന് നോക്കാം. അത് 4-5 സ്റ്റെപ്പുകളിലൂടെയാണ് നമ്മളത് ഡെമോൺസ്ട്രേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ സ്റ്റെപ്പ് 1 അറേഞ്ച് ഇൻ അസെൻഡിങ് ഓർഡർ. അതായത് ഫ്രീക്വൻസി ബേസ് ചെയ്തിട്ട് ക്യാരക്ടറുകൾ ആദ്യം അറേഞ്ച് ചെയ്യുന്നു. സ്റ്റെപ്പ് 2 എന്നിട്ട് ട്രീ ഉണ്ടാക്കുന്നു. ട്രീ എന്ന് പറഞ്ഞാൽ ലീസ്റ്റ് വാല്യൂവിനെ ബേസ് ചെയ്ത് ട്രീ ഉണ്ടാക്കുന്നു. അപ്പോൾ നോക്കി അതിൻ്റെ അകത്തുള്ള ലീസ്റ്റ് വാല്യൂ ഇതൊക്കെയാണ് 5ഉം 9ഉം. അപ്പോൾ 5ഉം 9ഉം വെച്ചിട്ട് ട്രീ ഉണ്ടാക്കുന്നു. അപ്പോൾ രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് 14 കിട്ടും. 5ഉം 9ഉം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 14 കിട്ടും. അങ്ങനെ എയും ഇയും നമ്മൾ അതിൽ നിന്ന് എടുക്കുന്നു. എയും ഇയും എടുത്തിട്ട് ഒരു ട്രീ ഉണ്ടാക്കുന്നു. ആ ട്രീയുടെ റൂട്ട് നോഡിൻ്റെ അകത്ത് വാല്യൂ വരുന്നു 14. അപ്പോൾ ആ ടേബിളിൽ നിന്ന് എ ഇ ഞാൻ കട്ട് ചെയ്തേക്കുന്നത് കാണാം. സ്റ്റെപ്പ് 3യിൽ പറഞ്ഞേക്കുന്നത് അവ തമ്മിൽ അറേഞ്ച് ചെയ്യാനാണ്. അതായത് അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യാൻ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കുമ്പോൾ 12, 13, അപ്പോൾ എങ്ങനെ ഒരു അറേഞ്ച് ചെയ്യുമ്പോഴത്തേക്ക് 12, 13 കഴിഞ്ഞാണ് 14. അതായത് 12, 13, 14, അത് കഴിഞ്ഞ് 16, 45 ഈ രീതിയിൽ വരും. അപ്പോൾ മൂന്നാമത്തെ ഐറ്റമാണ് 14 എന്നുള്ളത്. അപ്പോൾ എന്നിട്ട് എന്ത് ചെയ്യും, ഈ 12ഉം 13ഉം കൂടെ ആഡ് ചെയ്ത് 25 എന്ന് പറഞ്ഞ് വരും. ഈ 25 എന്ന് പറയുന്നത് നമുക്ക് വീണ്ടും ഇതേപോലെ റീഅറേഞ്ച് ചെയ്യണം. അതായത് ഇപ്പോൾ 25 ആണ് ലെഫ്റ്റിൽ കിടക്കുന്നത്, പിന്നെ 14, 16, 45. അപ്പോൾ എങ്ങനെ വരും, 14, 16, 25, 45 ഈ രീതിയിൽ വരും. അപ്പോൾ 14ഉം 16ഉം കൂടെ കൂട്ടിയാൽ 30 എന്ന് കിട്ടും. അപ്പോൾ വീണ്ടും റീഅറേഞ്ച് ചെയ്യണം. അപ്പോൾ എങ്ങനെ വരും, 25, 30, 45. അപ്പോൾ നമ്മൾ മുമ്പേ ചെയ്തതുപോലെ ഏറ്റവും ഇടതുവശത്തുള്ള രണ്ടെണ്ണം തമ്മിൽ ആഡ് ചെയ്യണം. അപ്പോൾ 25, 30 ആഡ് ചെയ്യുമ്പോൾ 55 കിട്ടും. റൈറ്റ് സൈഡിൽ 45 ആണ്. അവസാനം ഈ 45 ആണോ 55 ആണോ വലുത് നോക്കുക. അപ്പോൾ 45 എന്ന് പറഞ്ഞാൽ ഇടതുവശത്ത് വരും, 55 വലതുവശത്ത് വരും. രണ്ടും കൂടെ ആഡ് ചെയ്ത് അതിൻ്റെ റിസൾട്ട് 100 എന്ന് വരും. അപ്പോൾ ഒരു സൈഡിൽ 45, 55, മുകളിൽ 100. അപ്പോൾ ഇത്രയും വരുമ്പോഴത്തേക്കും നമുക്ക് ഒരു ഹഫ്മാൻ ട്രീ നമുക്ക് ജനറേറ്റ് ആവും. അപ്പോൾ ഇത്രയും വയ്ക്കുമ്പോഴത്തേക്കും ഹഫ്മാൻ, അതായത് മൊത്തം ഇൻപുട്ട് വാല്യൂസിനെ ഞാൻ ട്രീയിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞു. ഇതേ രീതിയിലാണ് ആഡ് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇടതുവശത്തെല്ലാം സീറോസും വലതുവശത്തെല്ലാം 1ഉം. നിങ്ങളൊരു ബൈനറി ട്രീ ചെയ്യുന്നത് പോലെ. ഇപ്പോൾ ഇടതുവശത്ത് 0, 1, അഗെയിൻ 0, 1 ആ രീതിയിൽ നമുക്ക് റൂട്ട് നോഡ് ചൈൽഡ്. അത് ചൈൽഡിൻ്റെ ഇടതുവശം എപ്പോഴും 0യും ചൈൽഡിൻ്റെ വലതുവശം എപ്പോഴും 1ഉം ആയിരിക്കും. ആ രീതിയിൽ ചെയ്യുമ്പോൾ നമുക്കൊരു ട്രീ വിത്ത് വാല്യൂ 0s and 1s വെച്ചിട്ട് നമുക്ക് അസൈൻ ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ മുകളിലുള്ള ഓരോ ക്യാരക്ടറിലേക്കും റൂട്ട് നോഡിൽ നിന്ന് ആ 0s and 1 എങ്ങനെ എത്തിച്ചേരുന്നു എന്നുള്ളത് നോക്കുക. അപ്പോൾ തീർച്ചയായിട്ടും അതൊരു പ്രിഫിക്സ് കോഡായിരിക്കും. അങ്ങനെ ഓരോ ക്യാരക്ടറിനും നമുക്ക് ഇക്വലൻ്റ് ആയിട്ടുള്ള കോഡ് നമുക്ക് ലഭിക്കും, ഹഫ്മാൻ കോഡ് നമുക്ക് ലഭിക്കും. ഈ കോഡ് ആയിരിക്കും നമുക്ക് ഇപ്പോൾ ഒരു ക്യാരക്ടറിൻ്റെ പകരം, ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ 8 ബിറ്റ് ആണ്. അപ്പോൾ ഓരോന്നും 8 ബിറ്റിന് പകരം നമുക്ക് ഈ പറഞ്ഞ കുറച്ച് കോഡുകൾ മാത്രം സെൻഡ് ചെയ്താൽ മതി. നമുക്കിവിടെ മറ്റൊരു എക്സാമ്പിൾ കാണാം. ഇതിൻ്റെ അകത്ത് കുറച്ച് ക്യാരക്ടറുണ്ട്, A B C D E F. അതിനൊക്കെ ആയിട്ടുള്ള ഫ്രീക്വൻസീസ് 50, 10, 30, 5, 3, 2. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ഞാൻ ഔട്ട്പുട്ടോടെ എഴുതിയിട്ടുണ്ട്. A = 0, C = 1, 1,
ബി ഈക്വൽ ടു 100 എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. ഇവിടെ നമ്മളൊന്ന് നോക്കിയേ, എ എന്ന് പറയുന്നത് 50 എന്ന് പറഞ്ഞാൽ 50 തവണ എ എഴുതിയിട്ടുണ്ട് ആ സ്ട്രിങ്ങിൻ്റെ അകത്ത്. ഒരു സ്ട്രിങ്ങാണ് നമുക്ക് തരുന്നത്. ആ സ്ട്രിങ്ങിൻ്റെ അകത്ത് ഇപ്പം ഹലോ എന്നുള്ളൊരു സ്ട്രിങ് ആണെങ്കിൽ HE അത് ഓരോ ക്യാരക്ടർ വീതം, എല്ലിന് 2 എണ്ണം ഉണ്ടല്ലേ. അപ്പോൾ അതേപോലെ ഇവിടെ ഏതോ ഒരു സ്ട്രിങ് ഉണ്ട്, ഒരു വലിയ സ്ട്രിങ് ഉണ്ട്. ആ സ്ട്രിങ്ങിൻ്റെ അകത്ത് 50 തവണ എ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് 50 തവണ എ റിപ്പീറ്റ് ചെയ്യുമെന്ന് പറഞ്ഞാൽ എക്ക് ഞാൻ 8 ബിറ്റാണ് കൊടുക്കുകയാണെങ്കിൽ 50 × 8 ഏകദേശം 400 ക്യാരക്ടേഴ്സുകൾ നമുക്ക് കൊടുക്കണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഉള്ളതിൽ വെച്ചിട്ട് ഏറ്റവും ചെറിയൊരു കോഡാക്കി അതിനെ ഹഫ്മാൻ്റെ റിസൾട്ട് വന്നിരിക്കുകയാണ് എ ഈക്വൽ ടു 0, ഒറ്റ ബിറ്റുള്ള കോഡായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് 50 ബിറ്റ് വരെ ഉള്ളൂ. അതേസമയം ഇതിലുള്ള നിലവിൽ ഏറ്റവും കുറവ് ഏതാണ്, അത് വളരെ അപൂർവമായിട്ട് മാത്രമേ ആ സ്ട്രിങ്ങിൻ്റെ അകത്തുള്ളൂ എന്നുള്ളത്. ഇപ്പം നോക്കിയേ, അപ്പോൾ എ 50 ബി 10, അതിൽ ഏറ്റവും കുറവ് എഫാണ്. എഫിന് കുറച്ച് ലോങ് ആയിട്ടുള്ള കോഡ് വേർഡാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇതിൻ്റെ അത് നേരത്തെ പറഞ്ഞ സ്റ്റെപ്പുകൾ തന്നെയാണ്. ആദ്യത്തെ 2 എണ്ണം അസെൻഡിങ് ഓർഡറായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് അതായത് ആ ഓർഡറിനെ അസെൻഡിങ് ഓർഡർ ആക്കുന്നു. എന്നിട്ട് ഏറ്റവും ലീസ്റ്റ് ആയിട്ടുള്ളതായിരിക്കും ഇടതുവശത്ത് വരുന്നത്. ആ ഇടതുവശത്തുള്ള 2 എണ്ണം ആഡ് ചെയ്തുകൊണ്ട് നമുക്ക് തൊട്ടടുത്ത ഇതുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുന്നു. ആ രീതിയിൽ നമ്മൾ അവസാനം ഫൈനൽ ട്രീ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. ആ ഫൈനൽ ട്രീയിൽ റൂട്ട് നോഡിൽ നിന്ന് നമുക്ക് ഓരോ ക്യാരക്ടറിലേക്കും, സി ആണെന്നുണ്ടെങ്കിൽ ആ സിയിലേക്ക് ഓരോ ക്യാരക്ടർ എങ്ങനെയാണ് ആ സിയിലേക്ക് എത്തിച്ചേരുന്നത് ബിറ്റ് വൈസ്, ആ പാത്ത് നമ്മൾ എഴുതി വയ്ക്കുന്നതാണ് അതിൻ്റെ കോഡെന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് മറ്റൊരു എക്സാമ്പിൾ പറയുന്നുണ്ട്. അതിൻ്റെ അകത്ത് ആക്ച്വലി ഒരു സ്ട്രിങ് തന്നെ തന്നിട്ടുണ്ട്. ആ സ്ട്രിങ് മാത്രമായിരിക്കും തന്നിരിക്കുന്നത്. പരീക്ഷയ്ക്ക് ചിലപ്പോൾ ഈ സ്ട്രിങ് മാത്രമായിരിക്കും തന്നിരിക്കുന്നത്. എന്നിട്ട് നമുക്ക് ഹഫ്മാൻ കോഡ് ഉണ്ടാക്കാൻ പറയുകയാണ്. അപ്പോൾ ഈ സ്ട്രിങ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എത്ര തവണ ആ ടേബിൾ കാണാം, ആ ടേബിളിൻ്റെ അകത്ത് എ 4 തവണ, ബി 7 തവണ, ആ രീതിയിൽ നമുക്ക് ആ സ്ട്രിങ്ങിന് മൊത്തം 20 ക്യാരക്ടർ ഉണ്ട്. ആ 20 ക്യാരക്ടറിന് ഞാൻ ടേബിളിലേക്ക് മാറ്റുന്നു. ഈ ടേബിളിലേക്ക് മാറ്റിയതിന് ശേഷം നമ്മളൊരു ഒരു ട്രീ ഡയഗ്രം വരച്ചിരിക്കുന്നതാണ്. ഈ രീതിയിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പ്രോസസ്സോടുകൂടി നമുക്ക് ഹഫ്മാൻ കോഡ് ഉണ്ടാക്കാൻ കഴിയും. അപ്പോൾ ഇങ്ങനെ ഹഫ്മാൻ കോഡ് ഉണ്ടാക്കുന്നതിന് മുമ്പായിട്ട് അതിൻ്റെ അകത്ത് ഞാൻ എഴുതിയിട്ടുണ്ട് ഫിക്സഡ് ലെന്ത് കോഡ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഫിക്സഡ് ലെന്ത് കോഡിനെ പറ്റി. അതായത് ഓരോ ക്യാരക്ടറിന് 8 ബിറ്റ് ആണെന്ന് കരുതിക്കോ, അത് ഫിക്സഡ് ലെന്ത്. നമ്മളിപ്പം കണ്ടതെല്ലാം എന്താണ്, വേരിയബിൾ ലെന്താണ്. ഇപ്പം അവിടെ നമുക്ക് കിട്ടി 0 1 1 1 101 100 അങ്ങനെ ഓരോ ക്യാരക്ടറിനും വേരിയബിൾ ലെന്ത് ഫ്രീക്വൻസിയെ ബേസ് ചെയ്തിട്ട് വേരിയബിൾ ലെന്ത് നമുക്ക് കിട്ടും. അപ്പോൾ അതാണ് യഥാർത്ഥത്തിൽ നമ്മൾ സെൻഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ എൻക്രിപ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിന് പകരം ഞാൻ 8 ബിറ്റുള്ള ഫിക്സഡ് ലെന്ത് കോഡ് തന്നെയാണ് ഉപയോഗിക്കുന്നതായിരിക്കുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് 20 ക്യാരക്ടറുണ്ട്. അപ്പോൾ എത്രയായിരിക്കും വരുന്നത്, 20 × 8, അതായത് 160 ബിറ്റുകളാണ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത്. മൊത്തം റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടി 160 ബിറ്റുകൾ നമുക്ക് ആവശ്യമായിട്ട് വരും. ഇവിടെ നമുക്ക് നമ്മുടെ കണക്ക് നോക്കിയാൽ അറിയാം. 4 × 2 ബിറ്റ്, 7 × 2 ബിറ്റ്. 2 ബിറ്റ് എന്ന് പറയുന്നത് എക്ക് 4 തവണ ഫ്രീക്വൻസി ഉണ്ട്. ആ ടേബിൾ നോക്കിയാൽ 0 1 ആണ്. 0 1 എന്ന് പറഞ്ഞാൽ 2 ബിറ്റ്. 8 ബിറ്റിന് വരെ ഇവിടെ 2 ബിറ്റ് മതി. ബി റെപ്രസെൻ്റ് ചെയ്യാൻ 8 ബിറ്റിന് പകരം 2 ബിറ്റ് മതി. സി റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടി 3 ബിറ്റ് മതി. ഡി റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടി 3 ബിറ്റ് മതി. അതായത് 100. ഇ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടി 2 ബിറ്റ് മതി. 4 തവണ ആവർത്തിക്കുന്നുണ്ട്, പക്ഷേ 2 ബിറ്റ് മതി. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഏറ്റവും കൂടുതൽ ലെന്തുള്ളതൊക്കെയാണ് ഈ എയും ബിയും സിയും ഒക്കെ കമ്പാരറ്റീവ്ലി. അപ്പോൾ അതിനൊക്കെ 2 ബിറ്റുകൾ കൊണ്ട് നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ 4 × 2 + 7 × 2 + 3 × 3 + 2 × 3 + 4 × 2. അപ്പോൾ ടോട്ടൽ നമുക്ക് 45 ബിറ്റ് കൊണ്ട് നമുക്ക് ഈ മൊത്തം കോഡിനെ റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൽ ടേബിളും കൂടെ അയച്ചു കൊടുക്കേണ്ടി വരും. അപ്പോൾ ടേബിളിൻ്റെ എന്തൊക്കെ ഉണ്ടാവും, 5 ക്യാരക്ടർ ഉണ്ടാവും. 5 ക്യാരക്ടറിന് ഓരോ ക്യാരക്ടറിന് 8 ബിറ്റ് വെച്ചിട്ട് തന്നെയാണ്. അങ്ങനെ 5 ക്യാരക്ടറിൻ്റെ 8 ബിറ്റ് എന്ന് പറയുന്നത് പ്ലസ് 12 ബിറ്റ്, അത് 40 + 12 ബിറ്റ്. ഈ 12 ബിറ്റ് എന്ന് പറയുന്നത് എന്താണ്, ആ കോഡുകൾ നോക്കിയേ, 0 1 1 1 101 100 00 ആ ടേബിളിൻ്റെ അകത്തുള്ള കോഡുകൾ, ഹഫ്മാൻ കോഡുകൾ. അപ്പോൾ ഈ ക്യാരക്ടറുകളും ക്യാരക്ടറിന് ഇക്വലൻ്റ് ആയിട്ടുള്ള കോഡുകളും നമുക്ക് ഇവിടുന്ന് കൂടെ സെൻഡ് ചെയ്യേണ്ടി വരും. അത് രണ്ടും കൂടെ ചേർക്കുമ്പോൾ 52 ആണ്. 52 + 45
97 ബിറ്റാണ് നമുക്ക് സെൻഡ് ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ നേരത്തെ 8 ബിറ്റ് വീതമാണ് ഓരോ ക്യാരക്ടറിനുമെങ്കിൽ നമുക്ക് 20 × 8 ബിറ്റ് എന്ന് പറയുന്നത് 160 ബിറ്റാണ്. 160 ബിറ്റിന് പകരം, അതായത് ഫിക്സഡ് ലെന്ത് കോഡിങ്ങിന്. അപ്പോൾ അതിന് പകരം നമുക്ക് ഹഫ്മാൻ പോലുള്ള വേരിയബിൾ ലെന്ത് കോഡിങ്ങിന് നമുക്ക് 97 ബിറ്റിൽ നമുക്ക് സെൻഡ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ഡീകോഡ് ചെയ്യുന്ന വിധമാണ് പറയുന്നത്. അപ്പം നമുക്കിവിടെ സെൻഡ് ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും സെൻഡ് ചെയ്യുന്നത്? ഇപ്പോൾ ABBCDBC എന്നൊക്കെ പറയുന്ന ഈ നമ്മുടെ ഈ വീഡിയോ ശ്രദ്ധിക്കുമ്പോൾ അതിൻ്റെ അത് നോക്കാം. ABBCDBC അങ്ങനെയാണ് പോകുന്നത് ആ സ്ട്രിങ്. അപ്പോൾ ആ സ്ട്രിങ്ങിൻ്റെ അകത്തുള്ള ഓരോ ക്യാരക്ടറിനെയും ഈക്വലൻ്റ് ആയിട്ടുള്ള കോഡുകൾ വെച്ച് റീപ്ലേസ് ചെയ്യണം. എക്ക് പകരം 01, ബിക്ക് പകരം 11, ആ രീതിയിൽ. അങ്ങനെ സെൻഡ് ചെയ്യുന്ന ഈ ബൈനറി കോഡ് നമുക്ക് ഡീകോഡ് ചെയ്യുന്ന സമയത്ത് ഈ ടേബിളുമായിട്ട് കമ്പയർ ചെയ്ത് ഓരോന്നിനും ഈക്വലൻ്റ് ആയിട്ടുള്ള ക്യാരക്ടറുകളാക്കി മാറ്റും. അതായത് 01-ന് A, 11-ന് B, 11-ന് B, ഈ രീതിയിലാണ് നമുക്ക് ഈ ടേബിളിൻ്റെ സഹായത്തോടെ നമ്മൾ ഡീകോഡ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഹഫ്മാൻ എൻകോഡിങ്ങും ഡീകോഡിങ്ങും ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ പല എക്സാമ്പിൾ കണ്ടു. അപ്പോൾ ഫിക്സഡ് ലെന്ത് കോഡും ഈ പറഞ്ഞ വേരിയബിൾ ലെന്ത് കോഡും തമ്മിലുള്ള ഡിഫറൻസ് കണ്ടു. ഹഫ്മാൻ കോഡ് എങ്ങനെയാണ് ചെയ്യുന്നതൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഗ്രീഡി മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഹഫ്മാൻ കോഡ് എൻകോഡ് ചെയ്യാനും ഡീകോഡ് ചെയ്യാനും പറ്റും. താങ്ക് യു.